നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, മറ്റാർക്കും നൽകപ്പെടാത്ത കുറെ പ്രത്യേകതകൾ നൽകപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടയാളാണ് ഞാൻ എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമയിൽ എന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഉഅ്തീതു ഖംസൻ, 5 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ലം യുഅ്തഹുന്ന അഹദുൻ ഖബലി, എനിക്ക് മുമ്പ് ഒരാൾക്കും അതൊന്നും നൽകിയിട്ടില്ല. എന്നിട്ട് 5 കാര്യങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ്, അതേ 5 കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയുന്നു. ഒന്ന്, ഒരു മാസക്കാലത്തെ വഴി ദൂരം കൊണ്ട് തന്നെ ഭയം എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാട്ടിലേക്ക് എത്താൻ, ശത്രുവിന്റെ നാട്ടിലേക്ക് അവിടുന്ന് എത്താൻ 1 മാസം വഴി ദൂരം ബാക്കിയാണെങ്കിലും അപ്പോഴേക്ക് തന്നെ ശത്രു പേടിച്ചുപോയി. ശത്രുവിന്റെ മനസ്സിൽ വല്ലാത്ത റുഅ്ബ് കടന്നുകൂടി. അല്ലാഹുവിന്റെ റസൂൽ എത്തിയിട്ടില്ല, എത്താൻ 1 മാസം വഴി ദൂരമുള്ളപ്പോഴേക്ക് തന്നെ ശത്രു പേടിച്ചു വിറക്കാൻ തുടങ്ങുന്നു. അതെനിക്ക് കിട്ടിയ, എന്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുള്ള, മുമ്പ് ഒരൊറ്റ നബിക്കും നൽകിയിട്ടില്ലാത്ത ഒരു പ്രത്യേകതയാണെന്ന് അവിടുന്ന് എടുത്തു പറയുന്നു. മറ്റൊന്ന് പറഞ്ഞത്, മസ്ജിദൻ വ തഹൂറാ, മുഴുവനും എനിക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമാക്കിയിട്ടുണ്ട്. അതേ, എവിടെ വെച്ചും നിസ്കരിക്കാം, വൃത്തിയുള്ള ഏത് സ്ഥലത്ത് വെച്ചും നിസ്കരിക്കാം. മുമ്പുള്ള പല ആളുകൾക്കും പല ശരീഅത്തിലും അതിനായി നിർണയിക്കപ്പെട്ട മസ്ജിദുകളിൽ, അതല്ലെങ്കിൽ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ വെച്ച് മാത്രമേ നിസ്കരിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. എനിക്കങ്ങനെയല്ല, ഭൂമിയിൽ എവിടെ വെച്ചും നിസ്കരിക്കാൻ അനുവാദമുണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമി അഥവാ ഈ മണ്ണ് എനിക്ക് ശുദ്ധീകരണത്തിനുള്ള വസ്തുവുമാക്കി നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. തയമ്മും എന്ന് പറയുന്ന ഒരു രീതിയും എനിക്കാണല്ലോ നിശ്ചയിക്കപ്പെട്ട് തന്നത്. അതേ, പിന്നെ പറയുന്നു, അതുകൊണ്ട് എന്റെ ഉമ്മത്തിൽ നിന്ന് ആർക്കെവിടെ വെച്ച് നിസ്കാരത്തിന്റെ സമയമായാലും അവൻ നിസ്കരിക്കട്ടെ. മൂന്നാമത്തെ കാര്യം പറയുന്നു, ഗനീമത്തിന്റെ സമരാർജിത സമ്പത്തി എനിക്ക് ഹലാലാക്കപ്പെട്ടിട്ടുണ്ട്. വലം തഹില്ലലി അഹദിൻ ഖബലി, എനിക്ക് മുമ്പ് ഒരു പ്രവാചകന്മാർക്കും അത് ഹലാലാക്കി കൊടുത്തിട്ടില്ല. അതേ, സമരത്തിൽ നിന്ന് ശത്രുവിനോടുള്ള പോരാട്ടത്തിന്റെ സന്ദർഭത്തിൽ ശത്രുക്കൾ വിട്ടേച്ചു പോകുന്നതോ ശത്രുവിൽ നിന്ന് പിടിച്ചെടുക്കുന്നതോ ആയ സമരാർജിത സമ്പത്ത് എന്ന് പറയുന്ന ഗനീമത്ത് സമ്പത്ത്, അത് മുമ്പതാ ഒരു തീ വന്നത് ഇറങ്ങിപ്പോ അത് കരിച്ചു കളയലായിരുന്നു പതിവ്. അതൊരിക്കലും യോദ്ധാക്കൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടാനോ ഭക്ഷിക്കാനോ പാടില്ലായിരുന്നു. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതാ അല്ലാഹു കൊടുത്ത ഫളലാണ്, ആ സമരാർജിത സമ്പത്ത് ഉപയോഗിക്കാം, യോദ്ധാക്കൾക്കിടയിൽ അത് വിതരണം ചെയ്യാം. പിന്നെ പറയുന്നു, 4ാമത് പറയുന്നു, എനിക്ക് ശഫാഅത്ത് നൽകപ്പെട്ടു കഴിഞ്ഞു. അഥവാ എനിക്ക് ശഫാഅത്തിനുള്ള അതേ ആ പ്രത്യേകമായ അധികാരം എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ നൽകപ്പെടാൻ പോകുന്ന കാര്യത്തെപ്പറ്റി അവിടുന്ന് വിശദീകരിക്കുകയാണ്. 5ാമത് അവിടുന്ന് പറയുന്നു, വകാനൻ നബിയു, എല്ലാ പ്രവാചകന്മാരും ഒക്കെ, ഏത് പ്രവാചകന്മാരും അയക്കപ്പെടാറുള്ളത് അതാത് സമുദായത്തിലേക്ക് മാത്രമാണെങ്കിൽ, പ്രവാചകന്മാരൊക്കെ അതാത് ജനങ്ങളിലേക്ക് മാത്രമാണ് നിയോഗിക്കപ്പെടാറുള്ളത്. നമുക്കറിയാം, മൂസ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിലേക്കാണ് അയക്കപ്പെട്ടത്. ഈസാ അലൈഹിസ്സലാം അങ്ങനെയാണ്. ഹൂദ അലൈഹിസ്സലാമിനെ ആദ് ഗോത്രത്തിലേക്കാണ് അയച്ചത്. സാലിഹ് നബി അലൈഹിസ്സലാമിനെ സമൂദ് ഗോത്രത്തിലേക്കാണ് അയക്കപ്പെട്ടത്. അതുപോലെ തന്നെ മദിയൻ ഗോത്രത്തിലേക്ക് അയക്കപ്പെട്ടത് ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും അതാത് ജനങ്ങളിലേക്കാണ് നിയുക്തരായതെങ്കിൽ ഞാനാവട്ടെ സർവ്വജനങ്ങളിലേക്കും നിയുക്തരായ നേതാവാകുന്നു. അപ്പൊ ഈ പ്രത്യേകതയൊക്കെ എനിക്കുണ്ട്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയാണ്.